ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കൊറിയക്കാരുടെ ഒരു സൗന്ദര്യ രഹസ്യമായിട്ടുള്ള അവരുടെ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം കൊറിയക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറിയക്കാരെന്ന് മാത്രമല്ല വിദേശികളുടെ എല്ലാ സ്കിന്നിനും നല്ല ഗ്ലേസിങ് ആയിരിക്കും കാണാനായിട്ട്. പ്രത്യേകിച്ച് നല്ല എണ്ണമയം പോലെ നല്ലൊരു തിളക്കമായിരിക്കും അവരുടെ സ്കിന്നിന് കാണാനായിട്ട്. അപ്പൊ അതുപോലെയുള്ള സ്കിന്നൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതിപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് വിദേശത്തുണ്ട്, അവളോട് പറഞ്ഞു തന്നൊരു റെമഡിയാണ് ഇത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെ വേണോ അത് തയ്യാറാക്കുന്നതിനൊക്കെ ഉള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബസുമതി റൈസ് ആണ്. കാരണം ബസുമതി റൈസ് ആണ് അവരുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം വിദേശികളെല്ലാം തന്നെ അവർ എന്ത് ഫേസ് പാക്ക്, അവർ മിക്കവാറും എല്ലാ ദിവസവും ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അവർ ഇത് ഫേസ് പാക്കുകളും ക്രീമുകളും ഒക്കെ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത് റൈസ് തന്നെയാണ്. കാരണം റൈസിന്റെ ഗുണങ്ങൾ നമ്മളെക്കാൾ ഉപരിയൊക്കെ അവർക്ക് നല്ല വൃത്തിയായിട്ട് അവർക്കറിയാം. കാരണം റൈസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് അവർ റൈസാണ് അവരുടെ മിക്ക എല്ലാ റെമഡികളിലും റൈസ് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ റൈസും കോഫി പൗഡറുമാണ് അവരുടെ പ്രധാന ഐറ്റംസ്. അപ്പോൾ ഞാനിപ്പോൾ ബസ്മതി റൈസ് എടുക്കുകയാണ്. അതിപ്പോൾ ഞാനിപ്പോൾ ഒരു 2 സ്പൂണിന് വേണ്ടിയിട്ട് ബസ്മതി റൈസ് ഇപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചവ്വരിയാണ് എടുക്കുന്നത്. ചവ്വരി തോനെയൊന്നും വേണ്ട. 2 സ്പൂണിന് വേണ്ടിയിട്ട് നമ്മൾ ബസുമതി റൈസ് എടുക്കുമ്പോൾ ഏകദേശം ഒരു 1/2 സ്പൂണിന് വേണ്ടിയിട്ട് മതി ചവ്വരി എന്ന് പറയുന്നത്. ചവ്വരിയും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചവ്വരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ്. ഇത് ഉപയോഗിച്ച് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ആഴ്ചത്തേനൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ 1/2 മണിക്കൂർ നേരം കുതിരാനായിട്ട് വെച്ചിരുന്നതാണ്. ബസ്മതി റൈസും ഉണ്ട്, അതുപോലെ തന്നെ ചൗരി ഉണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് ഇത് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. ചൗരിയെല്ലാം നല്ല രീതിയിൽ കുതിർന്നു വന്നു. അരിയും നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം അങ്ങായി പോകരുത് എന്ന് കരുതി ഒട്ടും വെള്ളം ഇല്ലാതെ ആവരുത്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിപ്പം 2 സ്പൂണിന് വേണ്ടിയിട്ട് അരിയും അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണിന് വേണ്ടിയിട്ട് ചൗരിയാണുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഏകദേശം 1 ഗ്ലാസ് വെള്ളം വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം വരാം. ഞാനിതുപോലെ നന്നായിട്ട് അരിയൊക്കെ നന്നായിട്ട് വേവിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ബസുമതി റൈസും അതുപോലെ തന്നെ ചൗരിയും കൂടി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നും ഒട്ടുമില്ല. ഇനിയിപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട്, ഇപ്പോൾ ആറിയിടിക്കുകയാണ്. ഇതിനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരണം. അത് നല്ല രീതിയിൽ നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം ഒട്ടും വേറെ ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നതാണ്. ഉണ്ടല്ലേ, ഇത് വെള്ളം ഒന്നും ചേർക്കാതെ അരച്ചെടുത്തതാണ്. ഇതുപോലെ നല്ല ക്രീമി പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രീം പോലെ ഇതേ പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേണം അരിച്ചെടുക്കാനായിട്ട്. ഞാനിതിപ്പോൾ ഇതുപോലെ ഒരു തുണിയിലേക്ക് ഇത് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എടുക്കാനായിട്ട് ഇച്ചിരി ഇതായിരിക്കും. എന്നിരുന്നാൽ കൂടി അങ്ങനെ അരിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു കറക്റ്റ് ഒരു ടെക്സ്ചർ അതിന് കിട്ടത്തില്ല. ക്രീമിൻ്റെ അതേ രീതിയിൽ ക്രീമായിട്ടല്ലേ നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോഴതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ കെട്ടിയതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ അമർത്തി പിഴിഞ്ഞു കൊടുക്കണം. അപ്പോഴിങ്ങനെ ഉണ്ടാവും. ഇതിന് ഒട്ടും തരിയൊന്നും കാണത്തില്ല. ഇത് നമ്മൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ തുണിയിൽ അരിപ്പയിലൂടെ ഒഴിച്ചരിക്കാതെ തന്നെ തുണിയിലൂടെ അരിച്ചെടുക്കുന്നത്. കാരണം അപ്പോഴൊട്ടും ഒരു ശകലം പോലും തരി ഇതിലേക്ക് കാണത്തേ ഇല്ല. നമുക്കിത് മുഴുവൻ ഇങ്ങനെ ഇതുപോലെ അങ്ങ് അരിച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടില്ലേ, ഞാനിതുപോലെ ഇത്രയും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും ഇങ്ങോട്ട് ഇതായിട്ട് വരുന്നതേ ഇല്ല. കണ്ടോ, അതിൽ നമ്മൾ എത്ര ഫൈനായിട്ട് അരച്ചു കഴിഞ്ഞാലും അതിൽ ചെറിയ തരികൾ കാണും. തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് അരയ്ക്കാൻ എടുക്കുന്ന മിക്സിയിൽ ഒരു ശകലവും വെള്ളമയം കാണരുത്. അതുപോലെ തന്നെ അരച്ച് വെക്കുന്ന ഈ പാത്രത്തിലൊട്ടും വെള്ളമയം കാണരുത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന തുണിയിൽ വെള്ളമയം കാണരുത്. അതുപോലെ നമ്മൾ സ്പൂണുകളൊക്കെ എടുക്കുന്ന അതിലൊന്നും ഒട്ടും തന്നെ വെള്ളമയം ഇല്ലാതെ വേണം എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ഇതൊരു 3 ആഴ്ചയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് വെച്ചിരിക്കാൻ പറ്റൂ. ഇതിപ്പോൾ നല്ല ഫൈനായിട്ടുള്ള അരച്ചെടുത്തത് നല്ല ഫൈനായിട്ടുള്ള ക്രീമിയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ റൈസ് നമുക്ക് ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് കോക്കനട്ട് ഓയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇപ്പം ബദാം ഓയിലും ഒലിവ് ഓയിലും ഒക്കെ വാങ്ങിക്കുന്നത് പോലെ തന്നെയാണ് അവർ വിദേശികളൊക്കെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത്. കാരണം അവർ ബോഡിയിൽ മസാജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണെന്നാണ് അറിഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ലതായിട്ട് അറിയാം കോക്കനട്ട് ഓയിലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. നമ്മളാണെങ്കിൽ കോക്കനട്ട് ഓയിലിന് യാതൊരു വിലയും കൊടുക്കാറില്ല, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാറുമില്ല. പകരം നമ്മൾ ബദാം ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ വാങ്ങിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെയുള്ള ആൾക്കാർ ഈ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് പ്യുവർ കോക്കനട്ട് ഓയിലാണ്. അത് ഞാനിപ്പോൾ ഒരു സ്പൂണിന് വേണ്ടി, ഈ സ്പൂണിൽ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമുക്ക് അലോവേര ജെല്ലാണ് വേണ്ടുന്നത്. ഞാനിപ്പോൾ ഇത് ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ ജെല്ലാണ്, ഞാൻ തയ്യാറാക്കിയ ജെല്ലല്ല. അപ്പോൾ ഇതിൽ നിന്നും 2 സ്പൂണിന് വേണ്ടി അലോവേര ജെല്ലൂടി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. 2 സ്പൂൺ അലോവേര ജെല്ലൂടി ഇട്ട് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. നമുക്കറിയാം അത് ഞാൻ മിക്കവാറും എന്ത് മുഖത്ത് എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉപയോഗിക്കാറുണ്ട്. നമുക്കിത് ക്യാപ്സ്യൂളായിട്ട് കിട്ടുന്നു. അവർക്ക് കുപ്പിയിൽ ഓയിലായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അവർ ഓയിൽ രൂപത്തിലാണ് കുപ്പിയിലാണ് കിട്ടുന്നത്. അത് നമ്മൾ ഒഴിക്കും. ഇത് സെയിം തന്നെയാണ് നമ്മൾ, എന്നാലും ഇത് നമുക്ക് ക്യാപ്സ്യൂളായിട്ട് കിട്ടുന്നു. ഇത് ഞാനിപ്പോൾ 2 എണ്ണം ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഒരെണ്ണം ഇതുപോലെ ഒഴിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതും കൂടി എടുക്കാം. അടുത്തതും കൂടി എടുത്ത് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അതും കൂടി ഒഴിക്കാം. കാരണം എല്ലാത്തിലും നമുക്ക് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം മുഖത്ത് ചുളിവുകളൊന്നും വീഴാതിരിക്കുന്നതിനും അതുപോലെ തന്നെ കറുത്ത പാടുകളും കുത്തുമായിട്ടുള്ള പാടുകളും ഒക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇത് ഇത്രയും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് തേനാണ്. കുറച്ച് തേനും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം തേൻ ഒഴിച്ചു കൊടുക്കുന്നതിന്റെ കാരണം നമുക്ക് ഒരു മോയ്സ്ചറൈസിന്റെ ഗുണം നമുക്ക് ഈ തേൻ നമുക്ക് തരും. അപ്പോൾ അതുകൊണ്ടാണ്. നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് സൂപ്പറാണ്, നല്ല മോയ്സ്ചറൈസർ ആണ്. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് വളരെ സൂപ്പറാണ് ഉപയോഗിക്കാനായിട്ട്. ഇപ്പൊ ഈ തേൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു മോയ്സ്ചറൈസ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് തേനും കൂടി ഒഴിച്ചിട്ടുണ്ട്. കാരണം അത് ആ മോയ്സ്ചറൈസർ ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ തേനും കൂടി ഉപയോഗിച്ച് കാണിച്ചത്. ഇതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. ഏക്കാരുടെ സ്കിൻ നമുക്കറിയാലോ, ഗ്ലാസ് സ്കിന്നാണ്. അവർക്ക് നല്ല എന്താ പറയാ, നല്ല കണ്ണാടി പോലെ ഇങ്ങനെ മിനുസുള്ള തിളങ്ങുന്ന സ്കിന്നാണ് അവരുടേത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്കിന്നിന് വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന ക്രീമുകളാണ് ഇതൊക്കെ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമാണ് റൈസ് പൗഡർ, അല്ലെങ്കിൽ റൈസ് ഏറ്റവും കൂടുതൽ അവർ പൗഡർ രൂപത്തിലല്ല, ഇത് റൈസ് ആയാലും അവരെന്ത് റെമഡി ചെയ്ത് കഴിഞ്ഞാൽ അത് വേവിച്ച് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം വേവിച്ച് ഉപയോഗിക്കുമ്പോൾ അതിന് ഗുണം കൂടുതലാണ്. നമ്മളല്ലാതെ ഉപയോഗിക്കുന്നതിനേക്കാൾ ഗുണം കൂടുതലാണ് വേവിച്ച് ഉപയോഗിക്കുമ്പോൾ. നമ്മൾ പൊട്ടറ്റോ ഒക്കെ ആണെങ്കിലും നമ്മൾ പച്ചയ്ക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ നീരാണ് എടുക്കാറുള്ളത്. അവർ പക്ഷേ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വേവിച്ചതിന് ശേഷം മിക്സിയിൽ അടിച്ച് ജ്യൂസാക്കി എടുക്കാറാണ്. ഇതുപോലെ തുണിയിൽ അരിച്ച് ജ്യൂസാക്കി എടുക്കാറാണ് പതിവ്. കാരണം അവർ ഈ വേവിച്ച് ഉപയോഗിക്കുന്നതിന് വളരെയധികം ഗുണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു, കണ്ടില്ലേ? ഇതേപോലെ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീം നമുക്ക് കിട്ടിയതുണ്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം. ഇതുപോലെ കുറച്ചെടുത്ത് നമുക്ക് ഈ കൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നമ്മൾ ഈ കൈയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഒഴിച്ചതിന് ശേഷം ഈ കൈ കൊണ്ട് നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ ഒരു ചെറിയ നമ്മുടെ കൈയുടെ ഒരു ചൂട് വരും. ആ ചൂടോടുകൂടി തന്നെ ഇങ്ങനെ പൊട്ടൊക്കെ മാറ്റി വയ്ക്കാം. ശേഷം ഇതുപോലെ നമുക്ക് നല്ലൊരു മണമാണ് ഇതിന്. കാരണം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും അതുപോലെ തന്നെ അരിയും അതുപോലെ ചൗരിയൊക്കെ വെന്ത് നല്ലതായിട്ട് വെന്താണ്. അതുപോലെ തേനും നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോൾ തന്നെ നല്ലൊരു ഇതാണ്.
നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിലൂടെ തേക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞാനിപ്പോൾ കഴുത്തിലോട്ട് തേക്കുന്നില്ല, കാരണം എൻ്റെ ഡ്രസ്സിലെല്ലാം ഇപ്പോൾ ആവും, അതുകൊണ്ട് ഞാൻ തേക്കുന്നില്ല. നമുക്ക് കണ്ണിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ക്രീമാണ് എന്ന് പറഞ്ഞെന്ന് കരുതി ഇത് നമ്മൾ തേച്ചുകൊണ്ട് എവിടെയെങ്കിലും പോകുന്ന ക്രീമെന്നല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ഫേസിന് അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമാണിത്. ഇത് 20 മിനിറ്റ് നേരം നമ്മളിത് ഫേസിൽ വെച്ചിരിക്കണം. വെച്ചതിന് ശേഷം വേണം നമ്മളിത് വാഷ് ചെയ്ത് കളയാനായിട്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയൊരു മസാജ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് മസാജ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലെ നന്നായിട്ട് മുകളിലേക്ക് വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. മുഖത്തെ പാടുകളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ മുഖത്ത് ചുളിവുകളൊന്നും വരാതിരിക്കുന്നതിനും മുഖം നല്ല ബ്രൈറ്റൻ ആവാനും നല്ലൊരു തിളക്കം കിട്ടാനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. ഇങ്ങനെ ഒരു പിൻ ചെയ്തൊക്കെ നമുക്ക് വേണം മസാജ് ചെയ്യാനായിട്ട്. കണ്ണിൻ്റെ എവിടെയും മസാജ് ചെയ്യുന്ന സമയത്ത് ഈ വിരൽ കൊണ്ട് തന്നെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. പതുക്കെ വേണം മസാജ് ചെയ്യാനായിട്ട്. കണ്ണിൻ്റെ എവിടെയൊക്കെ മസാജ് ചെയ്യുമ്പോൾ അതിനുശേഷം നമുക്ക് പുരിയൊക്കെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം, പുരിയത്തിൻ്റെ സൈഡിലൊക്കെ. കാരണം നമ്മൾ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരികത്തിൻ്റെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ തപ്പോട്ട് ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ താഴോട്ട് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പുരികത്തിനൊക്കെ ഇങ്ങനെ ഒരു മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. മൂക്കിൻ്റെ സൈഡും ഒക്കെ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. കഴുത്തിലും കൂടി തേച്ചതിന് ശേഷം കഴുത്ത് ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യണം. എൻ്റെ ഉടുപ്പിലെല്ലാം ഇപ്പോൾ ആവും, അതുകൊണ്ടാണ് ഞാൻ കഴുത്തിൽ തേക്കാത്തത്. ഞാൻ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കഴുത്തിലും കൂടി തേച്ച് കൊടുക്കും. നിങ്ങളും കഴുത്തിലും കൂടി തേച്ച് കൊടുക്കണം. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ മുഖത്തൊരു നല്ലൊരു തിളക്കമൊക്കെ വരും, പക്ഷേ കഴുത്തിന് അത്രയും വലിയ തിളക്കമൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് ഏകദേശം ഒരു 20 മിനിറ്റ് നേരമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. 20 മിനിറ്റ് നേരത്തിന് ശേഷം വേണം ഇത് കഴുകി കളയാനായിട്ട്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റിനടുത്തൊക്കെ ആയിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല, 20 മിനിറ്റിനടുത്തൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വാഷ് ചെയ്ത് ഇതൊന്ന് കഴുകി കളയാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഞാനൊരു തുണി വെച്ച് തുടച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒന്ന് തുടയ്ക്കുകയാണ്, നോക്കണം. കണ്ടില്ലേ, നല്ലൊരു മാറ്റം കണ്ടോ? നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ് മുഖമൊക്കെ. ഞാനിപ്പോൾ മുഴുവനൊന്ന് തുടച്ച് കാണിക്കാം. മുഖമൊക്കെ നല്ല അങ്ങ് മുഖത്തിന് ആ ഒരു ഇതൊക്കെ മാറി നന്നായിട്ട് അങ്ങ് ചുമന്നിട്ടുണ്ട്. നല്ലൊരു ഗ്ലേസിങ് ഒക്കെ ഉണ്ട്, കണ്ടോ? നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇനി മുഴുവൻ ഞാൻ നന്നായിട്ട് തുടച്ചതിന് ശേഷം വരാം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് ആ തിളക്കമൊക്കെ നല്ല രീതിയിൽ തിളക്കമൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് ഞാനിപ്പോൾ വാഷ് ചെയ്ത് വന്നതാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കറിയാം, വളരെ എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണിത്. ഇവിടെയൊക്കെ നല്ലൊരു തിളക്കം കണ്ടോ? നല്ലൊരു തിളക്കമൊക്കെ വന്നിട്ടുണ്ട്. വളരെ എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടാണുള്ളതാണ്. നമ്മൾ ഒരു പ്രാവശ്യം തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു 3 ആഴ്ചയോളമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. മിക്കവാറും എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അലോവേര ആയാലും നമുക്ക് നാച്ചുറലായിട്ടുള്ള അലോവേര നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്നും പൾപ്പെടുത്താലും മതി. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അത് വലിയ ചിലവൊന്നും ഉള്ളതല്ല നമുക്ക് മേടിക്കുന്നതിന്. ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കേണ്ടുന്ന ഒന്നാണ്. നമ്മൾ എന്ത് മുഖത്ത് അപ്ലൈ ചെയ്ത്
കഴിഞ്ഞാലും നമുക്ക് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട്. അത് വളരെ നല്ലതാണ്. കാരണം ഒരു 35 വയസ്സ് ഒരു 38 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴേക്കും മുഖത്ത് ചെറിയ രീതിയിൽ ചുളിവൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. വന്നു തുടങ്ങും. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വന്നു തുടങ്ങും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചുളിവുകളിൽ നിന്നൊക്കെ കുറേയധികമൊക്കെ മാറ്റങ്ങളൊക്കെ വരും. എന്ന് കരുതി നമ്മൾ ഒരുപാട് പ്രായമാകുമ്പോൾ ചുളിവുകൾ വരും. അത് സ്വാഭാവികമായിട്ടും ഉറപ്പായിട്ടും വരുന്നതാണ്. ഒരുപാട് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ അത് വരും. എന്നിരുന്നാലും നമുക്ക് 35, 40, 45, 50, 55 വയസ്സൊക്കെ നമുക്ക് നന്നായി നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ചുളിവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതായിട്ട് പോകാൻ പറ്റും. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 60, 65 വയസ്സിലും വലിയ ഒരുപാട് അങ്ങ് ചുളിവുകളൊന്നും വരാത്ത രീതിയിൽ നമ്മുടെ ചർമ്മത്തെയൊക്കെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ സൗന്ദര്യവും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന്റെ ആ ടെക്സ്ചറും ഒക്കെ മാറ്റം വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതെയും ഒന്നും നമ്മൾ നല്ല രീതിയിലൊന്നും ശ്രദ്ധിക്കാതെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 35, 38 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ ചർമ്മത്തിലെല്ലാം ചുളിവുകളൊക്കെ വരികയും നമുക്ക് ഒരുപാട് പ്രായം തോന്നിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പിന്നെ അടുത്തതായിട്ട് ബസുമതി റൈസ് ആണ്. ബസുമതി റൈസ് തന്നെ ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചരി ഉപയോഗിക്കാവുന്നതാണ്. നല്ല പച്ചരി നോക്കി അത് നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം വേണം അത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കാനായിട്ട്. നല്ല രീതിയിൽ ഒരു 5-6 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിരിക്കാൻ. ആ വെള്ളത്തോട് കൂടി വേണം നമ്മൾ വേവിക്കാൻ. ആ വെള്ളം കൂടി ഒഴിച്ച് വേണം വേവിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ നന്നായിട്ട് കഴുകി ഇടാനായിട്ട് ശ്രമിക്കണം. പിന്നെ മിക്കവാറും എല്ലാ വീടുകളിലും കാണുന്നതാണ് ചൗവരി എന്നൊക്കെ പറയുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള മിക്ക വീടുകളിലും കാണും ചൗവരി. കാരണം കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നൊരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിനും അതുപോലെ തന്നെ പെട്ടെന്നൊരു പായസമൊക്കെ തയ്യാറാക്കുന്നതിനും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ മലയാളികളുടെ മിക്കവാറും എല്ലാ വീടുകളിലും കാണുന്ന ഒന്നാണ് ചൗവരി എന്ന് പറയുന്നത്. അത് നമുക്ക് വലിയ ചിലവൊന്നും ഉള്ളതല്ല വാങ്ങിക്കുന്നതിനായാലും. അപ്പോൾ വലിയ ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കൊറിയൻകാരുടെ സ്കിന്ന് പോലെയുള്ള നല്ല ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.